ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രശസ്തമായിട്ടുള്ള മല്ലിക മാങ്ങയാണ്. ദശേരിയും നീലവും പാരൻസായി വരുന്ന മല്ലിക മാങ്ങ നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒത്തിരി മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആകുന്ന ഒരു മാങ്ങയാണ്. അപ്പോൾ ദശേരിയുടെ മുന്നേ നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. ഇതിൻ്റെ സൈസ് നമുക്ക് നോക്കാം. ദശേരിയേക്കാളും വളരെ വലിയ മാങ്ങയാണ്, നീലത്തേക്കാളും വളരെ വലിയ മാങ്ങയാണ്. ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് 540, ഇത് വന്നിട്ട് ഏകദേശം 436, ഏകദേശം 1/2 കിലോയോളം തൂക്കം വരുന്ന ഇന്ത്യയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാങ്ങയാണ് ഈ മല്ലിക. ഇതിന് സ്മെല്ല് ചെറുതായിട്ടൊരു സ്വീറ്റ് സ്മെല്ല് വരുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം പാകമായി തുടങ്ങി എന്ന് പറയുന്ന സ്റ്റേജിലാണ്. ഓക്കെ, അപ്പോൾ ഈ മാങ്ങയെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ കാർഷിക സർവകലാശാലകൾ ഹൈബ്രിഡ് പ്രോഗ്രാമിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു മികച്ച ഇനം മാങ്ങ തന്നെയാണ് ഈ മല്ലിക. കണ്ടോ, ഇതിൻ്റെ ഒരു കളർ നോക്കിയേ, വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഓറഞ്ച് കളറാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ സ്മെല്ല്, വീണ്ടും ഫ്ലഷിൻ്റെ സ്മെല്ല് നോക്കുകയാണെങ്കിൽ ചെറിയൊരു പുളിപ്പോട് കൂടിയുള്ള സ്മെല്ലാണ് നമുക്ക് കിട്ടാൻ സാധിക്കുന്നത്. പുളിപ്പും ഒരു സ്വീറ്റ്നെസ്സും കൂടെയുള്ള സ്മെല്ല്. 22.4 ആണ് ഇതിൻ്റെ സ്വീറ്റ്നെസ് വരുന്നത്. 22.4. അത് ഇത്തരം ഹൈബ്രിഡ് മാങ്ങകളെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു TSS വാല്യൂയാണ്. സർപ്രൈസിങ് ആയിട്ടുള്ള TSS വാല്യൂയാണ്. ഇത്രയും വലിയ മാങ്ങയാണ് എന്ന് കൂടെ നമ്മൾ ഓർക്കണം. അടിപൊളി മാങ്ങ. എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് മാങ്ങയാണ് ഈ മല്ലിക. ഇതിലൊരു ചെറിയൊരു പുളിപ്പോട് കൂടി ഉള്ള ഒരു സ്വീറ്റ്നെസ്സാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ചെറിയ ഒരു പപ്പായ, ഒരു ചെറിയൊരു മിൽക്കിഷ് ഫ്ലേവർ നമുക്ക് ചില ഈ മസ്ക് മെലൻ്റെ ഒക്കെ ഒരു ടേസ്റ്റും കൂടെ കയറി വരുന്നുണ്ട്. നമ്മുടെ ദശേരിയുടെ ഒക്കെ കുറേ ക്വാളിറ്റി നമ്മുടെ മല്ലികക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ദശേരിക്കാളും നീലത്തേക്കാളും മികച്ച നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഇതിനെ ഗുണം എന്താ വെച്ചാൽ ഇതിൻ്റെ സൈസാണ്. നാര് വളരെ കുറഞ്ഞ ഒരു വെറൈറ്റിയാണത്. ഇത് നമ്മളിതുവരെ കഴിച്ചതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് മാങ്ങ എന്നൊക്കെ പറയാൻ പറ്റിയ മാങ്ങയാണ് മല്ലിക. ചെറുതായിട്ട് ഒരു ആസിഡിക് നേച്ചർ ഇതിന് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഏകദേശം ഈ ഒരു രൂപത്തിലേക്കാണ് വരുന്നത്. അസാധ്യമായ നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന സ്മെല്ലോ അങ്ങനെയൊന്നുമില്ല, ചെറിയൊരു സ്മെല്ലുണ്ട്. പിന്നെ ഇതിൻ്റെ സീഡ് ഓൾറെഡി നിങ്ങൾക്കറിയാമല്ലോ, മോണാംബ്രിയോണിക്കാണ്. ഇതിൻ്റെ സീഡ് ഇട്ട് കഴിഞ്ഞാൽ മല്ലിക കിട്ടില്ല, വേറെ മാവുകളായിട്ടായിരിക്കും വരിക. പക്ഷേ പൊതുവേ പറയാറുണ്ട് മല്ലിക എൻ്റെ സീഡ് മുളച്ചു കഴിഞ്ഞാൽ നല്ല വെറൈറ്റികൾ കിട്ടുന്നുണ്ട് എന്നാണ് പൊതുവേ അഭിപ്രായങ്ങൾ കേൾക്കുന്നത്. നമുക്കിതിൻ്റെ സ്കിന്നോട് ചേർന്നുള്ള പാർട്ടൊന്ന് കഴിച്ചു നോക്കാം. സ്കിന്നിനോട് അടുത്ത് വരുമ്പോൾ അതിൻ്റെ ഫ്ലേവർ ഒന്ന് നല്ല രീതിയിൽ കൂടുന്നുണ്ട്. മല്ലികയുടെ ഫ്ലേവർ നല്ല ഒരു ഇൻറ്റൻസ് ആവുന്നുണ്ട്. സ്കിന്നിലേക്ക് ചെറിയ രീതിയിലുള്ള ഒരു കയ്പ്പ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് സ്കിന്ന് കഴിക്കുമ്പോൾ. അതർവൈസ് എല്ലാം കൊണ്ടും എക്സലൻറ്റ് മാംഗോ. ഇതിൻ്റെ സീഡിൻ്റെ വലിപ്പം നമ്മൾ പറഞ്ഞറിയിക്കേണ്ടതില്ല. മല്ലികക്ക് ഓൾമോസ്റ്റ് വളരെ തിന്നായിട്ടുള്ള സീഡാണ്. ബ്ലേഡ് പോലെ നമുക്ക് കാണുന്ന സീഡാണ് മല്ലികയുടെ. അടുത്തൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇത് മരം നട്ട് കായ്ക്കാൻ ഒത്തിരി സമയമെടുക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് നമുക്ക് മല്ലികക്ക് സാധാരണ കേൾക്കാറ്. ഓക്കെ, കൂടാതെ ഇതിനൊരു കുറച്ചൊരു ആൽക്കലൈൻ സോയിൽ എന്ന് വെച്ചാൽ pH ഒരു 7 above ഉള്ള ഒരു സോയിലാണ് പ്രിഫറബിൾ എന്നുകൂടെ പറയുന്നുണ്ട്. സോ ഇത് നന്നായിട്ട് പെർഫോം ചെയ്തത് ആന്ധ്ര, കർണാടകയിലൊക്കെയാണ് മല്ലിക നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. ഇത് കേട്ടോ, 51 ഗ്രാം ഇതിൻ്റെ സീഡ് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു 10% മാത്രമാണ് ഇതിൻ്റെ സീഡ് വരുന്നത്. സോ വളരെ എക്സലൻറ്റ് ക്വാളിറ്റി മാങ്ങ തന്നെയാണ് നമ്മുടെ മല്ലിക.
വേറെ മല്ലികയെക്കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയുന്ന മാങ്ങയാണ്. അപ്പോൾ നാട്ടിൽ കായ്ക്കുന്ന മല്ലിക കിട്ടിക്കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വെച്ചോളൂ. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഒന്നും പറയാനില്ല. അസാധ്യ മാങ്ങ. വിദേശ മാങ്ങകളായിട്ടൊന്നും താരതമ്യപ്പെടുത്താനേ ഇല്ല. നാംഡോക്മായി, ഗാറ്റിമോൺ, അത്തരം സെഗ്മെൻറ്റിൽ ഇതിനെ കമ്പാരിസൺ പോലും ചെയ്യരുത്. ഇതൊക്കെ അതിനൊക്കെ എത്രയോ മേലെ കിടക്കുന്ന മാങ്ങയാണ്. സോ അറിയാലോ, വൺ ഓഫ് ദ ബെസ്റ്റ് മാംഗോ അത്രേ പറയുന്നുള്ളൂ മല്ലിക. ഓക്കെ, അടുത്ത എപ്പിസോഡിൽ വേറെ ഒരു മാങ്ങയും വേണ്ടി കാണാം.